കഥ ആമയും രണ്ട് കൊക്കും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ രണ്ട് കൊക്കുകളും ഒരു ആമയും ജീവിച്ചിരുന്നു. ഒരു വർഷമായി മഴ പെയ്യാത്തതുകൊണ്ട് ആ കുളത്തിലുണ്ടായിരുന്ന വെള്ളം കുറയാൻ തുടങ്ങി. ഇങ്ങനെയുള്ള സമയത്ത് രണ്ട് കൊക്കുകളും ആകാശത്ത് പറക്കുമ്പോൾ അവയ്ക്ക് ഒരു പുതിയ കുളം കാണാൻ സാധിച്ചു. ആ കുളം നിറയെ വെള്ളമുണ്ടായിരുന്നു. അതേപോലെ നിറയെ തവളകളും മീനുകളും ഞണ്ടുകളും ഒക്കെ കണ്ട് അവർ സന്തോഷിച്ചു. ഈ പുതിയ കുളത്തിലേക്ക് താമസം മാറ്റാൻ അവർ തീരുമാനിച്ചു. ഉടൻ തന്നെ അവിടുന്ന് പറന്നുപോയി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇതിനിടയിൽ അവരുടെ കൂടെയുള്ള ആമ ഇത് കേട്ടു. താമസിക്കാതെ ആമ ചോദിച്ചു, കൂട്ടുകാരെ, എന്നെയും നിങ്ങൾ രക്ഷിക്കണം. എനിക്കിവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വളരെ സങ്കടത്തോടെ പറഞ്ഞു. കൊക്കുകൾ ആലോചിച്ചു, എങ്ങനെ ആമയെ പുതിയ കുളത്തിൽ എത്തിക്കാം? ആമയ്ക്ക് പറക്കാൻ കഴിയില്ല, അതേസമയം അത്ര ദൂരം സഞ്ചരിക്കാനും കഴിയില്ല. അതേപോലെ കൊക്കിന്റെ പുറത്ത് അത്രയും ദൂരം കൊണ്ടുപോകാനും അവർക്ക് കഴിയില്ല. അവർ അങ്ങനെ ആലോചിച്ച് തീരുമാനത്തിലെത്തി. ഒരു വടിയിൽ ആമ കടിച്ചിരുന്നു. ആ വടിയുടെ ഇരുവശത്തും കൊക്കുകൾ തന്റെ കൊക്കുകൊണ്ട് കടിച്ചു പിടിക്കുക. ഇങ്ങനെ പുതിയ കുളത്തിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. ഈ തീരുമാനം കേട്ട് ആമ വളരെ സന്തോഷിച്ചു. പോകുന്നതിന് മുന്നേ ആമയോട് കൊക്കുകൾ ഒരു കാര്യം പറഞ്ഞു. ഏതൊരു സാഹചര്യത്തിലും വാ തുറക്കരുത്. വാ കൊണ്ട് വടിയിൽ മുറുകെ പിടിച്ചോണം. ആമ സമ്മതിച്ചു. അടുത്ത ദിവസം നേരം പുലർന്ന ഉടൻ തന്നെ കമ്പിൽ മുറുകെ പിടിച്ചിരുന്ന ആമയെയും കൊണ്ട് കൊക്കുകൾ പറക്കാൻ തുടങ്ങി. അങ്ങനെ ആകാശത്തൂടെ പറക്കുമ്പോൾ കുറെ ദൂരം ചെന്നപ്പോൾ താഴെ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ ആകാശത്തൂടെ കൊക്കുകൾ ആമയെയും കൊണ്ട് പറക്കുന്നത് കണ്ട് കൗതുകത്തോടെ ആർത്തുല്ലസിച്ചു. ഇത് കണ്ട ആമ ഈ സന്തോഷം കൊക്കുകളോട് പറയാൻ വായ തുറന്നു. ഉടൻ തന്നെ താഴേക്ക് നിലംപതിച്ചു. ഇത്രയും ഉയരത്തിൽ നിന്ന് വീണതിനാൽ ആമ ചത്തുപോയി. ഇതായിരുന്നു ഇന്നത്തെ കഥ, ആമയും രണ്ട് കൊക്കുകളും. ഈ കഥയുടെ ഗുണപാഠം: എടുത്തുചാട്ടം ആപത്ത്.